ഐക്കൂടെ ഐക്യൂ Z1 എന്ന പുതിയ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. എടുത്തു പറയേണ്ട കാര്യം വളരെ കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ വളരെ മികച്ച ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു 5G ഫോണാണിത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഐക്യൂ Z1 എന്നുള്ള ഫോണിൻ്റെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തൊരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഐക്യൂ Z1 5G വരുന്നത് 6.57 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേയുമായിട്ടാണ്. ഈ ഫോണിൽ IPS LCD പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ HDR10 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത്. എടുത്തു പറയേണ്ട കാര്യം ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫോൺ യൂസ് ചെയ്യുമ്പോഴും സ്ക്രോൾ ചെയ്യുമ്പോഴൊക്കെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ലഭിക്കും. പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് റിഫ്രഷ് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഫീച്ചർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ ആവശ്യമില്ലാതെ എല്ലാ സമയവും 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റിൽ വർക്കാവില്ല. അപ്പോൾ നമുക്ക് ബാറ്ററി ചാർജ് കുറച്ചും കൂടി കൂടുതൽ കിട്ടും. പിന്നെ ഈ ഫോണിൽ നമുക്ക് പഞ്ചോൾ ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. ഫോണിൻ്റെ പഞ്ചോൾ വരുന്നത് ടോപ്പ് റൈറ്റ് ഭാഗത്തായിട്ടാണ്. പിന്നെ ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത് ഫോണിൻ്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ്. പിന്നെ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ mediatekൻ്റെ dimensity 1000+ എന്നുള്ള പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഇത് പുതിയ പ്രോസസ്സറാണ്. ഇപ്പം 23,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സർ എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സറാണിത്. ഈ ഒരു ഫോണിൽ നമുക്ക് വളരെ നല്ലൊരു പെർഫോമൻസ് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൽ ഡ്യുവൽ 5G സപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ നമുക്ക് 6GB റാമാണ് ലഭിക്കുന്നത്. 8GB റാമുമായിട്ട് വരുന്ന 2 വെർഷൻസുകൾ വേറെ വരുന്നുണ്ട്. 6GB റാമിൻ്റെ കൂടെ നമുക്ക് 128GB ഇൻറ്റേർണലാണ് ലഭിക്കുന്നത്. 8GB റാമിൻ്റെ ഒരു വെർഷനിൽ 128GB ഇൻറ്റേർണലും മറ്റൊരു വെർഷനിൽ 256GB ഇൻറ്റേർണലുമാണ് വരുന്നത്. LPDDR4Xൻ്റെ റാമും UFS 2.1 സ്റ്റോറേജ് ടൈപ്പുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ മെമ്മറി എക്സ്പാൻഡ് ചെയ്യാനുള്ള മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടില്ല. ഫോണിൻ്റെ ANTUTU സ്കോർ വരുന്നത് 5,36,000 മുകളിലാണ്. ഫോൺ പെട്ടെന്ന് ഹീറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കൂളിംഗ് ടെർബോ എന്നുള്ള ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം ഈ ഫോണിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഫോണിൻ്റെ ഓവറോൾ പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് മൾട്ടി ടെർബോ 3.5 എന്നുള്ള ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ NFC സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ Wi-Fi 6ഉം ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ ബാറ്ററി ചാർജ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഫോണിൻ്റെ പ്രോസസ്സറിൽ പവർ സേവിംഗ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്നോളജി വരുന്നുണ്ട്. Android 10 ബേസ് ചെയ്തിട്ടുള്ള Iqoo UI സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ 3 ക്യാമറ സെൻസേഴ്സാണ് വരുന്നത്. 48 മെഗാപിക്സലിൻ്റെ f1.79 അപ്പേഴ്സിൽ വരുന്ന മെയിൻ സെൻസറാണ് വരുന്നത്. പിന്നെ 8 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 112 ഡിഗ്രിയാണ്. പിന്നെ മൂന്നാമത് 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന മാക്രോ ലെൻസും വരുന്നുണ്ട്. ഫോണിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് 16 മെഗാപിക്സലിൻ്റെ f2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയാണ് ലഭിക്കുന്നത്. ഈ ഫോണിൽ നമുക്ക് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ലഭിക്കുന്നുണ്ട്. പിന്നെ സ്മാർട്ട് PA ആംപ്ലിഫയർ എന്നുള്ളൊരു ഫീച്ചറും ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ 3.5mm ഓഡിയോ ജാക്ക് നമുക്ക് ലഭിക്കുന്നുണ്ട്. ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ 4500 mAhൻ്റെ ബാറ്ററിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കമ്പനി അവകാശപ്പെടുന്നത് ഏകദേശം 23 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഫോൺ നമുക്ക് 50% ചാർജ് ചെയ്യാമെന്നാണ്. അതുപോലെ തന്നെ ഏകദേശം 1 മണിക്കൂറോട് ഈ ഫോൺ ഫുള്ളായിട്ടും ചാർജ് ചെയ്യാം. പിന്നെ Type-C ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോൺ ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ ചൈനയിലാണ് ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൻ്റെ വില വരുന്നത് ഏകദേശം 23,000 രൂപ മാത്രമാണ്. പിന്നെ ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം ഐക്യൂ ഇപ്പോൾ ഇന്ത്യയിൽ സെപ്പറേറ്റ് ഒരു ബ്രാൻഡാണ്. അപ്പോൾ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ മികച്ച ഫീച്ചേഴ്സുമായിട്ടാണ് ഐക്യൂ Z1 5G വരുന്നത്. അതും വളരെ കുറഞ്ഞ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ. പിന്നെ ഈ ഫോൺ ഇന്ത്യയിൽ ഈ പ്രൈസ് റേഞ്ചിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പർ മിഡ് റേഞ്ച് സെഗ്മെൻറ്റിൽ വരുന്ന മറ്റു ഫോണുകൾക്കൊക്കെ നല്ലൊരു കോമ്പറ്റീഷൻ ആയിരിക്കും.